ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു പ്രാണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേറെന്തോ പേരുണ്ടെന്നോ എനിക്കറിയില്ല. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ യാണാണ്. ഫസ്റ്റ് നമുക്ക് ഈ വള്ളിച്ചെടിയാണ് ഉണ്ടാക്കേണ്ടത്. ഇതുപോലത്തെ 3 നമുക്ക് ഉണ്ടാക്കണം. ഞാൻ നമ്മുടെ യാൺ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹുക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കൊരു നോട്ടാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് 12 ചെയിൻസ് ആദ്യം ചെയ്യാം. ഐ തിങ്ക് മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ പ്രാണ്ടാമികയും വീഡിയോ ക്രോഷ്യ യൂസ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് അടുത്ത് എന്താ ഉണ്ടാക്കേണ്ടത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലെ സ്ലോ ആയിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കൈയിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ആഫ്റ്റർ മേക്കിംഗ് 12 ചെയിൻസ് പിന്നെ നമുക്ക് 8 ചെയിൻസ് വീണ്ടും ചെയ്യണം. അത് നമ്മുടെ ലീഫിന് വേണ്ടിയിട്ടാണ്. ആ ഒരു 8 ചെയിൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക് നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യയും അടുത്ത ചെയിനിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ഒരു ഹാഫ് DC ചെയ്യണം. അതിന് ശേഷം വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലിറ്റ് സ്റ്റിച്ചും ചെയ്യാം. ഇതുപോലെ വീണ്ടും 12 ചെയിൻസ് 8 ചെയിൻസ് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കണം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ലെങ്ത് എത്തുന്ന വരെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ലീഫ് ചെയ്തിട്ട് ഒരു 12 ചെയിൻസ് ചെയ്തിട്ട് എന്നിട്ട് ലാസ്റ്റ് ലീഫ് ചെയ്തിട്ട് ഒരു 12 ചെയിൻസ് ചെയ്തിട്ട് നമുക്ക് യാണൊന്ന് കട്ട് ചെയ്ത് വിടാം. എന്നിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഇതുപോലത്തെ 3 ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിങ്ക് യാണാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള കുഞ്ഞ് ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. പിങ്ക് തന്നെ വേണമെന്നില്ല. നമുക്ക് ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ പിങ്ക് യാണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മാജിക് റിങ് ഉണ്ടാക്കണം. മാജിക് റിങ് ഉണ്ടാക്കുമ്പോൾ താഴത്തേക്ക് ആക്കി വെക്കുന്ന യാണ് കുറച്ച് നീളത്തിലായിട്ട് വിട്ട് വെക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച അത്രയും. എന്നിട്ടൊരു ചെയിൻ ഇട്ടിട്ട് നമ്മൾ സെക്യൂർ ആക്കിയതിന് ശേഷം നമുക്ക് 2 ചെയിൻ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ചെയിൻ ഓൾറെഡി ഇട്ടുകൊണ്ട് തന്നെ ഒരു ചെയിൻ മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ 2 ചെയിനായി. അതിനുശേഷം നമ്മൾ മാജിക് റിങ്ങിലേക്ക് ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമറ 2 കൈയിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് 2 ഡബിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ 2 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ 5 പ്രാവശ്യമാണ് ചെയ്യേണ്ടത് കേട്ടോ.
ഇനി നമുക്ക് എക്സസ് യാണ് കട്ട് ചെയ്ത് വിട്ടിട്ട് ബാക്കിയുള്ള 2 യാണ് കണ്ടില്ലേ അത് ഉള്ളു കൂടെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആ ഒരു ചെറിയ യാണ് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കത് ഒരു പൂവിൻ്റെ ഷേപ്പായിട്ട് കിട്ടും, ഒരു കുഞ്ഞിപ്പൂവ്. ഇതിന് ശേഷം നമ്മുടെ ആ ഫ്ലവർ ഒന്ന് തിരിച്ച് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടണം കേട്ടോ. ഷേപ്പ് കിട്ടിയതിന് ശേഷം നമുക്ക് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് 3 പ്രാവശ്യം ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. ഇനി നമുക്ക് ഈ ഒരു വള്ളിയിലേക്ക് നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാൻ സൂക്ഷിക്കുക.
കെട്ടി കൊടുത്തപ്പോൾ ഇതാണ് ലുക്ക്. ഇനി നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് തൂങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യാണ് പിടിച്ച പോലെ ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ 12 പ്രാവശ്യം ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിലും വലുതാകുകയൊക്കെ ചെയ്യാം, നീളം കൂട്ടുക കുറയ്ക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ നമ്മുടെ വള്ളിച്ചെടീൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് ബീഡ്സും കൂടെ ചേർക്കാം കേട്ടോ, അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. എനിക്ക് പിന്നെ അതിനായിട്ട് ചേരുന്ന ബീഡ്സ് ഒന്നും കിട്ടിയില്ല, സോ അതുകൊണ്ടാണ് ഞാൻ ബീഡ്സ് യൂസ് ചെയ്യാഞ്ഞത്. 12 പ്രാവശ്യം നമ്മൾ ആക്കി കൊടുത്തതിന് ശേഷം എക്സസ് യാണ് നമ്മൾ കട്ട് ചെയ്യണം. സോ നമ്മൾ ഇതുപോലെയുള്ള 3 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സോ ഞാനിവിടെ 12 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്